ഹലോ ആൻഡ് എ ബിഗ് വെൽക്കം ടു ദിശ അക്കാഡമി. എനർജി നിറഞ്ഞ മറ്റൊരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഏറ്റവും മനോഹരമായി ഏറ്റവും നന്നായി തന്നെ എക്സാമിന് വേണ്ടി പഠിച്ചൊരുങ്ങുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എക്സാമിന് വേണ്ടി കട്ടയ്ക്ക് പഠിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേ. ഇനി തുടങ്ങിയില്ല, ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് വീഡിയോയിൽ കമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാറ്റഗറിയിലും പെടാത്ത ആളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 പേർക്കെങ്കിലും ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അവർക്കെങ്കിലും ഒന്ന് ഉപകാരമായിക്കോട്ടെ. ഓക്കെ, തമാശ പറഞ്ഞാണ്. അപ്പൊ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ അടിപൊളിയായി നമ്മൾ ഫിക്സഡ് പ്രിപ്പോസിഷൻസിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ശ്രേണിയിലെ 3ാമത്തെ ക്ലാസ് ആണ് ഇത്. ഇപ്പൊ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ ക്ലാസ്സിലും ഒരു 25ഓളം ഫിക്സഡ് കോമ്പിനേഷൻസിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോ റെഡി അല്ലേ? ആർ യു റെഡി? നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓക്കെ പറഞ്ഞ പിന്നെ വേറെ അപ്പീലൊന്നുമില്ല. മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് കോമ്പിനേഷൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളായിട്ടായിരിക്കും ഓരോ കോമ്പിനേഷനും നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ചെയ്തതുപോലെ തന്നെ. ഓക്കെ, യെസ്. ദ ഫസ്റ്റ് വൺ, യു മസ്റ്റ് അബൈഡ് ഡാഷ് ദ റൂൾസ് ഓഫ് ദ സ്കൂൾ. നിയമങ്ങൾ എന്നുള്ളത് അത് പാലിക്കപ്പെടാനുള്ളതാണ് അല്ലേ? അപ്പം അബൈഡ് എന്ന വാക്കിന്റെ അർത്ഥവും അത് തന്നെയാണ്, ടു ഫോളോ. ടു ഫോളോ സംതിങ് എന്നാണ്. ഒരുപക്ഷെ അത് നിയമമായിരിക്കാം, അല്ലെങ്കിൽ ഡിസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലോ ആയിരിക്കാം. അപ്പം പിന്തുടരുക, ചേർന്ന് പോവുക, അനുസരിക്കുക എന്നൊക്കെയാണ് ഈ അബൈഡ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ അർത്ഥമുള്ള അബൈഡിന്റെ കൂടെ പങ്കാളിയായിട്ട് ആരെ നമുക്ക് കൊടുക്കാം? ബൈനെ കൊടുക്കാൻ പറ്റുമോ? വിത്ത് പറ്റുമോ? ഇന്ന് പറ്റുമോ? അതോ ഓണിനെ കൊടുത്താൽ മതിയോ? അപ്പൊ ആ ഒരു സ്ഥാനം ബൈയുടേതാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ അബൈഡ് എന്ന വാക്കിന്റെ കൂടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ അത് ബൈ ആണ്, വിത്ത് അല്ല, ഇന്നല്ല, ഓൺ അല്ല. ഇതൊക്കെ ഇൻകറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതിന്റെ അർത്ഥം അനുസരിക്കുക, ഫോളോ ചെയ്യുക, പിന്തുടരുക എന്നൊക്കെയാണ്. ഇതേ അർത്ഥമുള്ള മറ്റ് ഫിക്സ്ഡ് പ്രിപ്പോസിഷൻസ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചറും വേർഡും ഒക്കെ ആണെന്നേ ഉള്ളൂ. കംപ്ലൈ വിത്ത് എന്ന് പറയും. അതേ മീനിങ് ആണ് കേട്ടോ, സെയിം മീനിങ് ആണ്. കംപ്ലൈ വിത്ത് എന്ന് പറയും. അഡിയർ ടു എന്നും പറയും. അഡിയർ ടു. ഓക്കെ, അഡിയർ ടു. സ്റ്റിക്ക് ടു. സ്റ്റിക്ക് ടു എന്നും പറയും. കൺഫോം ടു എന്നും പറയും കേട്ടോ. ഒന്നിന്റെ കൂടെ, കംപ്ലൈയുടെ കൂടെ മാത്രമേ വിത്ത് വരുന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാ വാക്കുകളുടെ കൂടെയും ടു ആണ്. ഒരേ അർത്ഥമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരൊറ്റൊരു ചോദ്യം സോൾവ് ചെയ്തപ്പോ നമുക്ക് എത്രത്തോളം കോമ്പിനേഷൻസ് കിട്ടി? 5 കോമ്പിനേഷൻസ് കിട്ടി അല്ലേ? അപ്പൊ ഇത് ഇനി മറന്നു പോകാതിരിക്കുക. യെസ്, ഒരുപക്ഷെ നിങ്ങൾ ഈ സ്ലൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഫോർമാറ്റും ലേഔട്ടും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടാവില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യന് വലിയ പ്രാധാന്യമില്ല. നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഫിക്സ്ഡ് കോമ്പിനേഷൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് ഈ ചോദ്യം. ചോദ്യത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മുടെ ഇന്റൻഷൻ എന്താണ്? ഈ ഫിക്സ്ഡ് കോമ്പിനേഷൻ ഏത് വിധേനയും പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിനെ സഹായിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എടുത്തു എന്ന് മാത്രം. ഓക്കെ, ചിലപ്പോൾ ഒരേ ഓപ്ഷൻ തന്നെ ആയിരിക്കും ആൻസർ ആയിട്ടൊക്കെ വരുന്നത്. ഓക്കെ, യെസ്. അടുത്തത്, സി ദിസ് കാർ ഈസ് ഡിഫറെന്റ് ഡാഷ് ദ വൺ വി സോ യെസ്റ്റർഡേ. എടാ, നമ്മൾ ഇന്നലെ കണ്ട ആ കാറില്ലേ, ഈ കാറും നമ്മൾ ഇന്നലെ കണ്ട ആ കാറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം മറ്റൊന്നിൽ നിന്ന് ഡിഫറെന്റ് ആണ്, വിഭിന്നമാണ്, വ്യത്യാസമാണെന്നൊക്കെ കാണിക്കാൻ ഈ പറഞ്ഞ ഡിഫറെന്റ് എന്ന വാക്കിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്രം ആണ്. ഫ്രമ്മേ പോകത്തുള്ളൂ കേട്ടോ. ഡിഫറെന്റ് ഫ്രം സംതിങ് എന്നാണ് ഫ്രം. യെസ്, ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ. അതേ അർത്ഥത്തിൽ നമ്മൾ മറ്റൊരു വാക്ക് ഉപയോഗിക്കാറില്ലേ? ഡിസ്റ്റന്റ് അല്ല, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. ചില കാര്യങ്ങൾ ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് നമ്മൾ അഭിപ്രായപ്പെടാറുണ്ട് അല്ലെ? അപ്പൊ ഈ ഡിസ്റ്റിങ്ക്റ്റിന്റെ കൂടെയും ഈ പറഞ്ഞ ഫ്രം തന്നെയാണ് പോകുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും കോമൺ കൂട്ടുകാരനാണ് ആര്? ഈ പറഞ്ഞ ഫ്രം. ഓക്കെ, അപ്പം തെറ്റിച്ച് ഉപയോഗിക്കരുത്. യെസ്. അടുത്തത്, ദ ജഡ്ജ് അക്വിറ്റഡ്. എന്ത് ചെയ്തു? അക്വിറ്റ് ചെയ്തു. എന്താ അതിന്റെ അർത്ഥം? അക്വിറ്റഡ് ഹിം ഡാഷ് ഓൾ ചാർജസ്. ജഡ്ജ് എന്ത് ചെയ്തെന്നറിയോ? അവന്റെ മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന എല്ലാ കുറ്റങ്ങളിൽ നിന്നും അവൻ എന്ത് ചെയ്തു? അക്വിറ്റ് ചെയ്തു. അതിന്റെ അർത്ഥം
മോചിപ്പിച്ചു അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കി എന്നൊക്കെയാണ്. മോചിപ്പിക്കുക എന്നാണ് കേട്ടോ. മോചിപ്പിക്കുക എന്നാണ് അക്വിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. അക്വിറ്റിന്റെ കൂടെ എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ട് കടന്നു പോകുന്നത് ഓഫ് ആണ്. ഓഫ്. യെസ്. അതേപോലെ നമ്മൾ ക്ലിയർ ഓഫ് എന്നും പറയാറുണ്ട്. ക്ലിയർ ഓഫ്. പിന്നെ മറ്റൊരു വാക്കുണ്ടത് അബ്സോൾവ് എന്ന് പറയാം. അബ്സോൾവ്. അബ്സോർബ് അല്ല, അബ്സോർബ് എന്ന് പറഞ്ഞാൽ ആഗിരണം ചെയ്യാന്നാണ്. ദിസ് ഇസ് അബ്സോൾവ്. അബ്സോൾവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇച്ചിരി രസമുള്ള ഒരു ഏർപ്പാടാണ്. അതിൻ്റെ കൂടെ ഓഫും ഉപയോഗിക്കും, ഫ്രമും ഉപയോഗിക്കും. എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ, ഈ അബ്സോൾവിന്റെ കൂടെ എപ്പോഴും ഓഫ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മോചിപ്പിക്കുന്നത് ഏതെങ്കിലും പനിഷ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ക്രൈമിൽ നിന്നോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ അബ്സോൾവിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യണം? ഓഫ്. ഫ്രം എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഡെപ്റ്റോ അല്ലെങ്കിൽ ഒബ്ലിഗേഷനോ ഒക്കെ നമ്മളിൽ നിന്ന് ക്ലിയർ ചെയ്യുന്ന അത്തരം സന്ദർഭങ്ങളിലാണ് ഫ്രം യൂസ് ചെയ്യേണ്ടത്. നമ്മൾ മോചിപ്പിക്കുന്നത് ഒരു ഡെപ്റ്റിൽ നിന്നോ ഒബ്ലിഗേഷനിൽ നിന്നോ ആണെങ്കിൽ അബ്സോൾവിന്റെ കൂടെ ഫ്രം യൂസ് ചെയ്യുക. ക്ലിയർ ഓഫ് എന്നൊരു പദം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിട്ടിയില്ലേ? യെസ്. ഓക്കെ, ഇനി എനിക്ക് സംസാരിക്കാനുള്ളത്, സാധാരണ ഒരുപാട് പരീക്ഷകൾക്ക് ഒരേ സമയം ഒരുമിച്ച് തയ്യാറെടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ നിരന്തരമായിട്ട് കാണുക. എന്നാൽ ഈ MTS എക്സാമിന്റെ കാര്യത്തിൽ ഇതിനു വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഈ എക്സാം തന്നെ വേണം, ഇതിനു വേണ്ടി സ്പെസിഫിക്കലി പഠിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ MTS എക്സാമിന്റെ സ്ട്രക്ചർ തന്നെയാണ്. നമുക്കറിയാം, അതിൽ മാത്സിനും റീസണിങ്ങിനൊക്കെ ഒരു നോമിനൽ റോള് മാത്രമേ ഉള്ളൂ. നേരത്തെ പ്രാധാന്യം ഇല്ല എന്നല്ല, പക്ഷെ ഒരു നിശ്ചിത മാർക്ക് മാത്രം വാങ്ങിയാൽ മതി. അതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത് അത് നമ്മുടെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് വിഷയത്തിലും GK വിഷയത്തിലും എത്ര മാർക്ക് നേടി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലേ. അപ്പൊ ഇതിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? MTS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് പറയുകയാണ്, ഈ മാസം ദിശ അക്കാഡമി MTSന് വേണ്ടി, MTS ആസ്പിരൻസിന് വേണ്ടി സ്പെസിഫിക്കലി ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ഇപ്പോഴും നിങ്ങളിൽ ചിലർക്കെങ്കിലും എന്താണ് പഠിക്കേണ്ടത്, ഏത് സമയത്താണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നൊക്കെ ഒരു ധാരണ കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ പുറകോട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്ന് ശക്തമായ തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, കോഴ്സിനെ പറ്റി അന്വേഷിക്കുക, കോഴ്സിൽ എത്രയും വേഗം തന്നെ എൻറോൾ ചെയ്യുക. ചിലപ്പോൾ ഇംഗ്ലീഷൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാകും, പേടിക്കണ്ടെന്നേ. ഇങ്ങോട്ട് വാ, ഞാനാണ് ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷ് കേട്ടോ. അപ്പൊ തീരെ വരുന്നില്ല എന്നാണോ? ഓക്കെ, അല്ല, നമുക്ക് ഏറ്റവും ABCD ലെവലിലല്ല, പക്ഷെ അത്യാവശ്യം നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ധൈര്യമായിട്ട് പോരെ. ഇംഗ്ലീഷിന്റെ കാര്യം ഞാൻ ഏറ്റവും കൃത്യമായിട്ടാണ് നമ്മളവിടെ ക്ലാസ് ഓർഗനൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആണ്. എല്ലാ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുന്നുണ്ട്. ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നും അറിയില്ല എങ്കിൽ പോലും, കൂട്ടാൻ അറിയില്ല, കുറയ്ക്കാൻ അറിയാത്ത ആളാണെങ്കിലും ഡോണ്ട് വറി, നിങ്ങളെ ഞങ്ങൾ ഏറ്റെടുത്തന്നേ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. അപ്പം ഒരു മെന്ററും കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണല്ലേ നമ്മുടെ കൂടെ നടക്കാൻ, അല്ലേ? അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടായിരുന്നെങ്കിൽ. ഡോണ്ട് വറി, ആ കാര്യവും ഫിഗർ ഔട്ട് ചെയ്യപ്പെടും. സോ അപ്പം ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്പറിലേക്ക് വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫിക്സഡ് പ്രിപ്പോസിഷൻസ് തുടരാം. He is addicted dash watching TV every day. അതൊക്കെ പണ്ടായിരുന്നല്ലേ. ഇന്ന് he is addicted to doom scrolling on Instagram എന്നൊക്കെ പറയുന്ന ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. യെസ്, അഡിക്റ്റഡ്. ഞാൻ പറഞ്ഞു പോയി അല്ലേ ഉത്തരം. ഓക്കെ, അഡിക്റ്റഡിന്റെ കൂടെ എപ്പോഴും നമ്മൾ ടു ആണ് യൂസ് ചെയ്യുക കേട്ടോ. അഡിക്റ്റഡ് ടു സംതിങ് എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഈ അഡിക്റ്റഡ് ടു എന്ന വാക്കിന് ശേഷം നമ്മൾ എപ്പോഴും ING ഫോം ഓഫ് ദ വേർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എനിക്കിവിടെ ടു വാച്ച് എന്ന് പറഞ്ഞാലോ കേവലം വാച്ച് എന്ന് പറഞ്ഞാലോ ശരിയാവില്ല. വാച്ചിങ് എന്ന് തന്നെ പറയണം. ഒന്നെങ്കിൽ ഒരു നൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ജെറണ്ട്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ING ഫോം ഓഫ് ദ വെർബിനെ തന്നെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. തൽക്കാലം അത്ര മാത്രം മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. യെസ്, അപ്പം ഇതിങ്ങനെയാണ്. യെസ്, നമ്മൾ വേണമെങ്കിൽ ഒബ്സെസ്ഡ് വിത്ത് എന്ന് പറയാം, ഒബ്സെസ്ഡ് വിത്ത്, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ടു എന്ന് പറയാം. ഒബ്സെസ്ഡ് വിത്ത് എന്ന് പറയാം, ഇൻക്ലൈൻഡ് ടു എന്ന് പറയാം. അതൊക്കെ അഡിക്റ്റഡ്. ഡിവോട്ടഡ് ടു എന്ന് വേണമെങ്കിലും ഒരു പരിധി വരെ നമുക്ക് പറയാം. ഒന്നിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ഡിവോട്ടഡ് ടു. ഉദാഹരണത്തിന്, I am devoted to teaching
ഇംഗ്ലീഷ് എന്ന് പറയാം. ഞാൻ മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ, മറ്റാരും എന്നെ കണ്ടിട്ട് അങ്ങനെ പറയാറില്ല. ഓക്കെ, യെസ്. അടുത്തത് ഷീ സ്പെൻസ്, സോറി മാറിപ്പോയി അല്ലേ, യെസ്, ഓ സോറി, ഷീ ഡിപ്പെൻഡ്സ് ഡാഷ് ഹർ പാരന്റ്സ് ഫോർ സപ്പോർട്ട്. അത് നമ്മുടെ ഒരു പ്രായം വരെ നമ്മൾ അങ്ങനെയാണ് അല്ലെ, നമ്മുടെ അച്ഛനമ്മമാരെ ആശ്രയിച്ചാണ്. അപ്പം ഒരാളെ അല്ലെങ്കിൽ ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡന്റെ കൂടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ആണ്. ഡിപ്പെൻഡന്റെ കൂടെ എന്തേ വരത്തുള്ളൂ, ഓണേ വരത്തുള്ളൂ. അപ്പം ഇന്ന ആൾക്കാരിൽ ഇവിടെ ഇപ്പം അവളുടെ പാരന്റ്സിനെയാണ് ആശ്രയിച്ച് നിൽക്കുന്നത്, അപ്പൊ എന്തൊരു ഡിപ്പെൻഡ് ഓൺ ഹർ പാരന്റ്സ് എന്ന് വരും. അപ്പം സമാനമായിട്ടുള്ള ചില എക്സ്പ്രഷൻസും കൂടി ഉണ്ട്. റിലൈ ഓൺ എന്ന് പറയും, ഇതിന്റെ ഒക്കെ കൂടെ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. റിലൈ ഓൺ എന്ന് പറയും, കൗണ്ട് ഓൺ എന്ന് പറയും, അതുപോലെ റെസ്റ്റ് ഓൺ എന്നും പറയും ആശ്രയിച്ച് നിൽക്കുന്നതിനെ. പിന്നെ ട്രസ്റ്റ് ഉണ്ട്, ട്രസ്റ്റിന്റെ കൂടെ ഓൺ അല്ല, ട്രസ്റ്റിന്റെ കൂടെ ഇൻ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ സമാന അർത്ഥമുള്ള മറ്റ് ഫിക്സ്ഡ് പ്രിപ്പോസിഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഇവയെ പറ്റി സംസാരിക്കുകയുണ്ടായിരുന്നു അല്ലേ. യെസ്, ഓക്കെ. അടുത്തത് ദിസ് ബുക്ക്, സി മേ ബി യെസ്, ദിസ് ബുക്ക് റഫ് ബുക്ക് ആണ് കേട്ടോ, ബിലോങ്സ് ടു മീ. ഓഹോ, ഞാൻ ഉത്തരം വീണ്ടും പറഞ്ഞു പോയി അല്ലെ, സാരമില്ല. ബിലോങ് ഇന്റെ കൂടെ എപ്പോഴും വരുന്നത് ടു ആണ് കേട്ടോ. ബിലോങ്ങിന്റെ കൂടെ ടു ആണ്. ഇത് എന്റേതാണെന്ന് പറയാൻ ബിലോങ്ങിന്റെ കൂടെ എപ്പോഴും ടൂവേ വരത്തുള്ളേ, ഈ വിത്ത് അറ്റ് ഇന്നൊന്നും വരത്തില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ. ഷീ ഓൾവേസ് ലിസൺസ് ഡാഷ് ഹർ ഫേവറേറ്റ്. ഫേവറേറ്റിന്റെ യു വേണം, യു മിസ്സിംഗ് ആണ്. അത് അമേരിക്കൻ സ്പെൽ ചെക്ക് വെച്ച് ചെക്ക് ചെയ്തപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. ഹർ ഫേവറേറ്റ് മ്യൂസിക് വൈൽ സ്റ്റഡിയിങ്. യെസ്, ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട്. ചില ആൾക്കാർ പഠിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും പറ്റിയ കാര്യമല്ല, ചിലർ പെട്ടെന്ന് അങ്ങനെ ഒരു മ്യൂസിക് കേട്ടോ ഡിസ്ട്രാക്റ്റഡ് ആവും. എന്നാൽ ആ മ്യൂസിക് കേട്ട് നല്ല ആവേശം കൊള്ളുന്ന ആൾക്കാരും ഉണ്ട്, അങ്ങനെ പഠിക്കുന്നവരുണ്ട്. യെസ്, അവിടെ ഒരു കാര്യത്തെ കേൾക്കുക, ലിസൺ ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മൾ ടു ആണ് യൂസ് ചെയ്യുക. ലിസൺ ടു ആണ്, ടു, ലിസൺ ടു എന്നാണ്. അതേപോലൊരു ഇഡിയമാണ് ലെൻഡ് ആൻഡ് ഇയർ എന്നുള്ളത്. ഇഡിയം, ഇതും സമാന അർത്ഥമുള്ള ഒരു ഇഡിയം അഥവാ ശൈലിയാണ് ലെൻഡ് ആൻഡ് ഇയർ. അപ്പൊ ലിസൺ എന്ന വാക്കിന്റെ കൂടെ ടു മാത്രമേ പോകത്തുള്ളൂ കേട്ടോ. യെസ്, ഐ ആസ്ക്ഡ് ഡാഷ് എ കപ്പ് ഓഫ് കോഫി അറ്റ് ദ കഫേ. കഫേയിൽ പോയിട്ട് ഞാൻ എന്ത് ചോദിച്ചു? ഒരു കപ്പ് കാപ്പിക്ക് വേണ്ടി ഞാൻ ചോദിച്ചു. അപ്പൊ ഇന്നൊരു കാര്യത്തിന് വേണ്ടി ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആസ്കിന്റെ കൂടെ വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ പൊതുവായിട്ട് നമ്മളുടെ മനസ്സിൽ വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? യെസ്, ഫോർ ആണ്. വെരി ഗുഡ്. ആസ്ക്ഡ് ഫോർ എന്നാ പറയുക. ആസ്ക്ഡ് ഫോർ എ കപ്പ് ഓഫ് കോഫി അറ്റ് ദ കഫേ. യെസ്, ഇതേ അർത്ഥമുള്ള മറ്റു വാക്കുകളുണ്ട്. ബെഗ്, ഇരക്കുക അല്ലെ. ഐ ബെഗ്ഡ് ഫോർ മണി. ഐ ബെഗ് ഫോർ മണി എന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടി ഇരക്കുന്നു എന്നാണ്. ബെഗിന്റെ കൂടെ ഫോർ ആണ്. ഡിമാൻഡ് എന്നും പറയും. ഡിമാൻഡ് ഫോർ, ഇതൊരു നൗൺ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക എന്നുകൂടി മനസ്സിലാക്കി വെക്കണേ. നൗണ്. ദർ ഇസ് എ ഹൈ ഡിമാൻഡ് ഫോർ ടീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ടീച്ചേഴ്സിന് വേണ്ടി നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പം ഡിമാൻഡ് ആസ് എ നൗൺ യൂസസ് ദ പ്രിപ്പോസിഷൻ ഫോർ. ഇത് വെർബ് തന്നെയാണ്, ബെഗ് ഫോർ എന്ന് പറയും കേട്ടോ. യെസ്, ആ കോമ്പിനേഷൻസ് ഒന്ന് പഠിച്ചു നോക്കുക. ഹി ഈസ് കേപ്പബിൾ ഡാഷ് കംപ്ലീറ്റിംഗ് ദ ടാസ്ക് ഓൺ ഹിസ് ഓൺ. അവന് മറ്റാരുടെയും സഹായം വേണ്ട, അവന്റെ കഴിവ് ഉപയോഗിച്ച് തന്നെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവന് കെൽപ്പുണ്ട്, അവൻ കേപ്പബിൾ ആണ്. നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് പറയുമ്പോൾ കേപ്പബിളിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ അത് ഓഫ് ആണ്. ഓഫ്, കേപ്പബിൾ ഓഫ് സംതിങ് എന്നാണ് പറയുക. ഈ കേപ്പബിൾ ഓഫിന് ശേഷവും പൊതുവെ ING ഫോം തന്നെയാണ് ഉപയോഗിക്കുക എന്ന കാര്യം കൂടി മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കണേ. രണ്ട് കാര്യങ്ങൾ, കേപ്പബിളിന്റെ കൂടെ ഓഫ് യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്തതിനു ശേഷം രണ്ടാമത് ഒന്നെങ്കിൽ ഒരു നൗൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ING ഫോം ഓഫ് ദ വേർബ് അഥവാ ജെറണ്ട് എന്നും വിളിക്കും. അതിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. ഓക്കെ, അത് ഉപയോഗിക്കുക, കേപ്പബിൾ ഓഫ്. യെസ്,
അതേ അർത്ഥമാണ് ഈ ഗുഡ് അറ്റ്. ഗുഡ് അറ്റ്. ഇപ്പോൾ ഉദാഹരണം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ ആം ഗുഡ് അറ്റ്. ഞാൻ ഏത് കാര്യത്തിലാണ് ഗുഡ് ആയിരിക്കുന്നത്? മേ ബി റൈറ്റിംഗ് കൊടുക്കുക. ഐ എം ഗുഡ് അറ്റ് റൈറ്റിംഗ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ഓഞ്ഞ കയ്യക്ഷരമുള്ള ഒരാള് എങ്ങനെയാണ് റൈറ്റിങ്ങിൽ ഗുഡാന്ന് പറയുന്നത്? റൈറ്റിംഗ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കയ്യെഴുത്തിന്റെ അതിലല്ല ഞാൻ പറയുന്നത്. ഞാൻ അത്യാവശ്യം എഴുതും, കുഞ്ഞു കുഞ്ഞു ചിന്തകൾ, വലിയ നോവലുകളൊന്നുമല്ല, മനസ്സിൽ വരുന്ന കുറേ ചെറിയ ചെറിയ ചിന്തകൾ, കവിതകളൊക്കെ ആയിട്ട് ഇങ്ങനെ കോറി ഇടാറുണ്ട് കേട്ടോ. യെസ്, ഐ എം ഗുഡ് അറ്റ് റൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സ്കിൽഡ്. ഈ സ്കിൽഡിന്റെ കൂടെ ഇന്നും യൂസ് ചെയ്യും, അറ്റും യൂസ് ചെയ്യും. അതെപ്പോഴാന്ന് ചോദിച്ചാൽ സ്കിൽഡ് ഇൻ, ഒരു പ്രത്യേക ഏരിയയിൽ നമ്മൾ സ്കിൽഡ് ആണെന്ന് കാണിക്കുമ്പോൾ സ്കിൽഡ് ഇന്നും, അറ്റെപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇന്നൊരു കാര്യം ചെയ്യുന്നതിൽ, ഡൂയിങ് സംതിങ്, അവിടെ അറ്റും. മറ്റൊരു വാക്കാണ് ഇവിടെ കൊടുക്കാം, അവിടെ സ്ഥലമില്ലല്ലോ. പ്രോഫിഷ്യന്റ് എന്ന് പറയും. പ്രൊഫിഷ്യന്റ് ഇൻ, ഹിസ് പ്രൊഫിഷ്യന്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അവൻ ഇംഗ്ലീഷിൽ നല്ല വൈദഗ്ധ്യമുണ്ട്, ഇത് സമർത്ഥനാണെന്നൊക്കെയാണ് ഈ ഗുഡ് അറ്റ്, പ്രൊഫിഷ്യന്റ് കേട്ടോ. സ്കിൽഡ്. ക്വാളിഫൈഡ് ഫോർ എന്നും പറയാറുണ്ട്. ക്വാളിഫൈഡ് ഫോർ. അപ്പം ഇതൊക്കെയാണ് യെസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. He is senior dash me in the company. കമ്പനിയിൽ അവൻ അല്ല അവള് എന്നെക്കാളും സീനിയർ ആണെന്നാണ് പറയുന്നത്. എന്നേക്കാൾ സീനിയർ ആണ്. അപ്പം ഈ കാൾ, ഒന്നിനേക്കാൾ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചിലര് ആരെയും പൊക്കി പിടിച്ചുകൊണ്ട് വരുമെന്നറിയോ? നമ്മുടെ ഇയാളറിയത്തില്ലേ, ഈ ദാനിനെ പൊക്കി പിടിച്ചുകൊണ്ട് ഈ സീനിയറിന്റെ ഒപ്പം വെക്കാൻ വരും. പൊട്ടത്തെറ്റാണ്, ശുദ്ധ അബദ്ധമാണ്. അവിടെ ദാൻ അല്ല വരിക, ദാൻ എന്നാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ചിന്ത. അവിടെ വരുന്നത് ടു ആണ്. സീനിയർ ടു മീ എന്നാണ് പറയുക, നോട്ട് ദാൻ കേട്ടോ, ദാൻ അല്ല. യെസ്, നമ്മുടെ ഈ സീനിയർ, ജൂനിയർ, അതേപോലെ സുപ്പീരിയർ, ഇൻഫീരിയർ, എക്സ്റ്റീരിയർ, പ്രയർ, സീനിയർ, ജൂനിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ. യെസ്, ഈ വാക്കുകളുടെ ഒക്കെ കൂടെ ടു ഉപയോഗിക്കുക കേട്ടോ. ഇത്രയും വാക്കുകളുണ്ട്, ഇനിയും വാക്കുകളുണ്ട്, പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയതാണ്. പ്രയർ, സീനിയർ, ജൂനിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ, എക്സ്റ്റീരിയർ. ഇതിന്റെ ഒക്കെ കൂടെ എന്ത് യൂസ് ചെയ്യണം? ദാൻ അല്ല, ടു ഉപയോഗിക്കുക. ടു കേട്ടോ, ടു ആണ് ഉപയോഗിക്കേണ്ടത്. ദാൻ ഉപയോഗിക്കാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. അവോയ്ഡ് ദാറ്റ്. ജസ്റ്റ് ഓൺലി യൂസ് ടു വിത്ത് ദീസ് വേർഡ്സ്. ഓക്കെ. He had to deal dash many challenges during the project. ആ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഒരുപാട് പ്രതിസന്ധികൾ, ചാലഞ്ചസ് നേരിടേണ്ടി വന്നിരുന്നു. ഡീലിന്റെ കൂടെ ഡീൽ വിത്ത് ആണ്. ഡീൽ വിത്ത് എന്നാണ് പറയാ കേട്ടോ. ഡീൽ ചെയ്യുക, ഒരു കാര്യത്തെ ഡീൽ ചെയ്യുക. ടു ഫേസ് എന്നാണ് അതിന്റെ അർത്ഥം. ടു ഫേസ് സംതിങ് ബ്രേവ്ലി എന്നാണ് കേട്ടോ. ടു ഫേസ് സംതിങ് എന്നാണ് അതിന്റെ അർത്ഥം ഡീലിന്റെ കൂടെ. അപ്പൊ ഡീലിന്റെ കൂടെ വിത്ത് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഐ അഗ്രി ഡാഷ് യുവർ ഒപ്പീനിയൻ ഓൺ ദ മാറ്റർ. ഈ ഒരു വിഷയത്തിൽ നിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ഇവിടെയും അഗ്രി വിത്ത് എന്നാണ്. വിത്ത്, നമ്മൾ അഗ്രിയുടെ കൂടെ വിത്ത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ യോജിക്കുന്നത് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു അഭിപ്രായത്തോടോ ഒക്കെ ആണെങ്കിൽ വിത്ത് യൂസ് ചെയ്യുക. ഇനി നമ്മൾ യോജിക്കുന്നത് ഒരു പ്ലാനിനോടോ അല്ലെങ്കിൽ ഒരു സജഷനോടൊക്കെ ആണെങ്കിൽ ടു യൂസ് ചെയ്യാം. ഇപ്പൊ
ഇപ്പൊ രണ്ട് അതിന്റെ മാനദണ്ഡം മനസ്സിലായോ? എഗ്രി ടൂവും എഗ്രി വിത്തും ഉപയോഗിക്കും. നമ്മൾ ഒരു വ്യക്തിയോടോ അഭിപ്രായത്തോടാണ് യോജിക്കുന്നതെങ്കിൽ എഗ്രി വിത്ത് യൂസ് ചെയ്യുക. ഒരു പ്ലാനിനോടോ സജഷനോടാണ് യോജിക്കുന്നതെങ്കിൽ എഗ്രി ടു യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? ഷീ വാസ് ആംഗ്രി ഡാഷ് ഹിം ഫോർ ബീങ് ലേറ്റ്. അവൻ ലേറ്റ് ആയി, അതുകൊണ്ട് തന്നെ അവൾ അവനുമായിട്ട് ദേഷ്യത്തിലാണ്. അവൾ ദേഷ്യത്തിലായിരിക്കുന്നത് ഒരു വ്യക്തിയോടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയോടാണ് നമ്മൾ ദേഷ്യം കാണിക്കുന്നതെങ്കിൽ ആംഗ്രി വിത്ത് ആണ്. ആംഗ്രി വിത്ത് ഹിം എന്ന് പറയാം കേട്ടോ. ഷീസ് ആംഗ്രി വിത്ത് ഹിം. അപ്പം ആംഗ്രി വിത്ത് നമ്മളൊരു പേഴ്സണോടാണ് വിരോധം, അല്ലെങ്കിൽ വിരോധം എന്ന് പറയാൻ പറ്റില്ല, ദേഷ്യമെങ്കിൽ ആംഗ്രി വിത്തും ആംഗ്രി അറ്റും ഉപയോഗിക്കാറുണ്ട്. അതും ഒരു സ്റ്റാൻഡേർഡ് പ്രിപ്പോസിഷണൽ കൊളോക്കേഷൻ തന്നെയാണ് ആംഗ്രി അറ്റ്. ആംഗ്രി അറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ആക്ഷൻ ഒക്കെ അത് കാരണം നമ്മൾ ദേഷ്യം പിടിച്ചു വേണമെങ്കിൽ ആംഗ്രി അറ്റ് യൂസ് ചെയ്യാം. ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തിയോ ഒക്കെ കൊണ്ടിട്ട്. ഓക്കെ, ഒരാളോടാണ് ദേഷ്യമെങ്കിൽ ആംഗ്രി വിത്ത്. യെസ്, ആംഗ്രി വിത്ത് ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. He was surprised. Dash was sudden arrival. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവളങ്ങനെ പെട്ടെന്ന് വരുമെന്ന്, അല്ലേ? അപ്പൊ അവളുടെ ആ പെട്ടെന്നുള്ള വരവ് കൊണ്ട് ഇവൻ എന്തായി? ഇവൻ സർപ്രൈസ്ഡ് ആയി എന്നാ പറയുക. അപ്പം സർപ്രൈസ്ഡ് ബൈ ആണ് വരിക. ബൈ, നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് സർപ്രൈസ്ഡ് ആവുന്നുണ്ടെങ്കിൽ സർപ്രൈസ്ഡ് ബൈ എന്നാണ് വരിക. I prefer dash coffee. I prefer tea dash coffee in the morning. പുള്ളിക്കാരൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് രാവിലെ കോഫിയേക്കാൾ ഇഷ്ടം ചായയാണ്. അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു സാധനം മിസ്സിംഗ് ആണ്. ഈ പ്രിഫറിന്റെ കൂടെ നമുക്ക് ഏതാ വെക്കാൻ പറ്റുക? 2 ആണോ, അറ്റാണോ, 4 ആണോ, വിത്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് 2 ആണ്. പ്രിഫറിന്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അത് 2 ആണ്. ചിലരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദാനിനെയും പൊക്കി പിടിച്ചുകൊണ്ട് വരാറുണ്ട്. അത് തെറ്റാണ് കേട്ടോ. ദാനിനെ അങ്ങോട്ട് ഒഴിവാക്കുക. വേണ്ട സമയങ്ങളിൽ മാത്രം അവനെ പരിഗണിച്ചാൽ മതി. ഈ പ്രിഫർ ഇപ്പോൾ IORൽ അവസാനിക്കുന്ന ചില അഡ്ജക്റ്റീവ്സ് ഇതിൻ്റെ ഒക്കെ കൂടെ 2 ആണ് യൂസ് ചെയ്യുക കേട്ടോ. പ്രിഫർ ടു. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പ്രിഫർ എന്ന വെർബിന് ശേഷം പറയണം. അത് കഴിഞ്ഞ് 2 ചേർത്തിട്ട് കുറച്ച് ഇഷ്ടക്കുറവുള്ള കാര്യവും പറയണം. ഇപ്പോൾ ഉദാഹരണം ഐ പ്രിഫർ ടീ. ഞാൻ ടീ ആണ് ഇഷ്ടപ്പെടുന്നത്. എന്തിനേക്കാൾ? ടു കോഫിയേക്കാൾ. ഓക്കെ, അപ്പൊ അത് വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ്. യെസ്, we were able to prevent him dash making the same mistake. അവൻ ഓൾറെഡി ഒരു മിസ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മുടുക്കന്മാരായതുകൊണ്ട് ഇവനെ ആ സെയിം മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്തു. പ്രിവെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക എന്നാണ്, തടയുക എന്നാണ്. പ്രിവെന്റിന്റെ അർത്ഥം എന്താണ്? ടു സ്റ്റോപ്പ് എന്നാണ്. അവനെ വീണ്ടും ആ സെയിം മിസ്റ്റേക്ക് ആവർത്തിക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിച്ചു അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്തു, തടഞ്ഞു. യെസ്, പ്രിവെന്റ് ഹിം ഫ്രം ആണ്. ഫ്രം. ഇവിടെയും ഈ പ്രിവെന്റ് ഫ്രമിന് ശേഷം ING ഫോം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ ജെറണ്ട് എന്ന് പറയും. യെസ്, പ്രിവെന്റ് ഫ്രം മേക്കിംഗ് ദ സെയിം മിസ്റ്റേക്ക് എന്നാണ്. The children laughed dash the funny clown. അതിപ്പോ ആരാ ചെയ്യാത്തതല്ലേ? ഫണ്ണി ക്ലൗൺ. നമ്മുടെ ബോംബെ സർക്കസ് അല്ലെ ജെമിനി സർക്കസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ക്ലൗണിനെ കാണാം. ഇന്ന് ഭയങ്കര അന്യം നിന്ന് പോകുന്ന ഒരു പരിപാടിയാണ് ഈ സർക്കസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഉണ്ടോ? പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു. യെസ്, ഈ ഫണ്ണി ക്ലൗണിനെ കണ്ടപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്തു? കുട്ടികൾ അങ്ങനെയല്ലേ, എന്തെങ്കിലുമൊക്കെ രസകരമായിട്ട് കാണുമ്പോൾ ചിരിക്കും. അപ്പം അയാളെ നോക്കിയാണ് ചിരിച്ചത്. അപ്പോൾ ഒരാളെ നോക്കി ചിരിക്കുക എന്നൊക്കെ പറയുമ്പം ഈ ലാഫിന്റെ കൂടെ വരുന്നത് അത് അറ്റാണ്. ലാഫ് അറ്റെന്നാണ്. അപ്പൊ ഞാൻ അവനെ നോക്കി ചിരിച്ചു എന്ന് പറയുമ്പോൾ ഐ ലാഫ്ഡ് അറ്റ് ഹിം എന്ന് പറയാം. ഞാൻ അവനെ നോക്കി ചിരിച്ചു. ഇവിടെ അവര് ഫണ്ണി ക്ലൗണിനെ നോക്കിയാണ് ചിരിച്ചത്. ദി ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ദ ഫണ്ണി ക്ലൗൺ എന്നതാണ് ശരി ഉത്തരം. ഓക്കെ, യെസ്, ഐ ആം കോൺഫിഡന്റ് ഡാഷ് മൈ ഡിസിഷൻ ടു ചേഞ്ച് ദ ജോബ്. ഇല്ല, ഇനി ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല.
ജോലി മാറണം എന്ന എന്റെ തീരുമാനം, ആ തീരുമാനത്തില് ഞാൻ ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. കോൺഫിഡന്റ്, വിത്ത് അല്ല, ഇന്നല്ല, അറ്റല്ല, കോൺഫിഡന്റ് ഓഫ്. കോൺഫിഡന്റ് ഓഫ് സംതിങ് എന്നാണ് പറയുന്നത്. എന്റെ തീരുമാനത്തിൽ ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്. ഐ എം കോൺഫിഡന്റ് ഓഫ് മൈ ഡിസിഷൻ ടു ചേഞ്ച് ദ ജോബ്. ആ തീരുമാനത്തിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. കോൺഫിഡന്റ് ഓഫ് സംതിങ് എന്നാണ് പറയുക. യെസ്. ഷീ വാസ് അവെയർ ഡാഷ് ദ ഡേഞ്ചർ ബിഫോർ ക്രോസിംഗ് ദ സ്ട്രീറ്റ്. നമ്മുടെ ഈ കോഴിക്കോട്, ട്രിവാൻഡ്രം, കൊച്ചിയിലൊക്കെ റോഡ് മുറിച്ച് കിടക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭഗീരഥ പ്രയത്നമാണ് അല്ലേ? ഭഗീരഥ പ്രയത്നത്തിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയോ? അത് ഹെർക്കുലിയൻ ടാസ്ക് എന്നാണ്. ഹെർക്കുലിയൻ ടാസ്ക്, സാധ്യമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഷീ വാസ് അവെയർ, അവൾക്ക് അറിയാമായിരുന്നു എന്ത്? ദ ഡേഞ്ചർ ബിഫോർ ക്രോസിംഗ് ദ സ്ട്രീറ്റ്. സ്ട്രീറ്റ് ക്രോസ് ചെയ്യുന്നതിന് മുന്നേ അവൾക്ക് അപകടത്തെ കുറിച്ച് അറിയാമായിരുന്നു. ഒരു കാര്യത്തെ പറ്റി ബോധവാനായിരിക്കുക, അവബോധമുണ്ടായിരിക്കുക. അവെയർ ആണ്. അവെയറിന്റെ കൂടെ ബെസ്റ്റ് ആയിട്ട് വരുന്നത് ഓഫ് ആണ്. അവെയർ ഓഫ് സംതിങ് എന്നാണ്. ഒരു കാര്യത്തെ പറ്റി അറിവുണ്ടായിരിക്കുക, ബോധവാനായിരിക്കുക എന്നൊക്കെയാണ് അവെയറിന്റെ അർത്ഥം. ഓക്കെ, യെസ്. ഹിസ് ബിഹേവിയർ, വീണ്ടും ബിഹേവിയറിന്റെ അവിടെ യു മിസ്സിംഗ് ആണ്. യുവിനെ കാണാനില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അമേരിക്കൻ സ്പെൽ ചെക്ക് വരുന്നോണ്ടാണ്. ഓക്കെ, ഇസ് കോൺട്രറി ഡാഷ് വാട്ട് വി എക്സ്പെക്റ്റഡ്. അവൻ നല്ല ആളാണെന്നാണ് മുതലാളി പറഞ്ഞത്. പക്ഷെ പണിക്കെടുത്തപ്പോഴാണ് മനസ്സിലായത് അവന്റെ സ്വഭാവം അഴുക്കച്ചെറുക്കനായിരുന്നു അല്ലേ? അഴുക്കച്ചെറുക്കനായിരുന്നു. അപ്പൊ മുതലാളി പറഞ്ഞത് അവന്റെ നല്ല സ്വഭാവമാണ്, അതുകൊണ്ട് നമ്മൾ നല്ലൊരു സ്വഭാവമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കിട്ടിയതോ അതിന്റെ ഓപ്പോസിറ്റ്. കോൺട്രറി എന്ന വാക്കിന്റെ അർത്ഥം ഓപ്പോസിറ്റ് എന്നാണ്. ഓപ്പോസിറ്റ് എന്നാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ നിന്നും വ്യത്യാസമായി അല്ലെ വിരുദ്ധമായി. ഓപ്പോസിറ്റ് ടു അല്ലെങ്കിൽ കോൺട്രറി ടു എന്നാണ്. ഇവിടെയും ഓപ്പോസിറ്റിന്റെ കൂടെ ടു ആണ്, കോൺട്രറിയുടെ കൂടെയും ടു ആണ് വരിക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ഐ ഓഫൻ ഡ്രീം ഡാഷ് ട്രാവലിംഗ് ദ വേൾഡ്. ഞാൻ എപ്പോഴും ഓഫൺ എന്ന വാക്കിന്റെ അർത്ഥം എപ്പോഴും ആണ്. ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നത് ഈ ലോകം ചുറ്റുന്നതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് ഡ്രീം ചെയ്യുന്നത്? നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ്? യെസ്, കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഡ്രീം എന്താന്ന് കമന്റ് ചെയ്യാം. യെസ്, കമന്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ കാണുന്നത് പോലെ അത് നടത്തി കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. കമന്റ് ചെയ്തു എന്ന് കരുതി ഒന്നും നടത്തിരുന്നില്ല. ഓക്കെ, യെസ്, ജസ്റ്റ് ചുമ്മാ ജോക്ക് പറഞ്ഞാണ് കേട്ടോ. യെസ്, ഐ ഓഫൻ ഡ്രീം ഓഫ്. ഇവിടെയും ING ഫോം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്, അഥവാ ജെറണ്ട് എന്ന് പറയും. ING ഫോം ആണ് ഈ ഓഫിന് ശേഷം, ഡ്രീം ഓഫിന് ശേഷവും യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു നൗൺ ആയിരിക്കണം. യെസ്, ഐദർ നൗൺ ആയിരിക്കണം അല്ലെങ്കിൽ ജെറണ്ട് ആയിരിക്കണം. യെസ്, ഓഫ്, ഡ്രീം ഓഫ്. ഐ ഓഫൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഐ ഓഫൻ ഡ്രീം ഓഫ് ക്രാക്കിംഗ് ദ MTS എക്സാം എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? പറയാം. യെസ്, the prisoner escaped dash the high security prison. ഹൈ സെക്യൂരിറ്റി prison ഒക്കെ ആയിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി രക്ഷപ്പെട്ടു. ഒന്നിൽ നിന്ന് രക്ഷപ്പെടുക, അതൊരു പക്ഷെ അപകടമായിരിക്കാം, ഒരു ബിൽഡിംഗ് ആയിരിക്കാം, മറ്റെന്തും ആയിക്കോട്ടെ. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ, നിന്ന് എന്നൊക്കെ പറയുമ്പോൾ ഒറിജിനെ സൂചിപ്പിക്കും. അത് എപ്പോഴും ഫ്രം ആയിരിക്കും. എസ്കേപ്പ് ഫ്രം, ഒരു സിനിമയില്ലേ എസ്കേപ്പ് ഫ്രം ഉഗാണ്ട എന്ന് പറഞ്ഞൊരു സിനിമ, മലയാളത്തിലെ ഒരു സിനിമയാണ്. ആരാ നായകൻ അതൊന്നും എനിക്ക് ഓർമ്മയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു സിനിമയുണ്ടെന്ന് മനസ്സിലാക്കി. യെസ്, എസ്കേപ്പ് ഫ്രം എന്നാണ് കേട്ടോ. എസ്കേപ്പ് ഫ്രം. യെസ്, ഐ എം ഗ്രേറ്റ്ഫുൾ ഡാഷ് മൈ ടീച്ചർ ഫോർ ഓൾ ഹെർ ഹെൽപ്പ്. നിങ്ങൾ എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഈ കമന്റ് ബോക്സിൽ ഇതേ സെന്റൻസ് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ എം ഗ്രേറ്റ്ഫുൾ. ഗ്രേറ്റ്ഫുളിന്റെ അർത്ഥം നന്ദിയുള്ള എന്നാണ്. ആരോടാ ഞാൻ കടപ്പെട്ടിരിക്കുന്നത്? ഇവിടെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ടീച്ചറിനോടാണ്. കാരണം ഒരുപക്ഷെ അവൾ ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ ടീച്ചറിനോട് ഞാൻ നന്ദിയുള്ളവനാണ്. അങ്ങനെ ഒരാളോട് നന്ദിയുള്ള എന്ന് പറയുമ്പോൾ ഗ്രേറ്റ്ഫുൾ ടു ആണ് കേട്ടോ.
ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു, ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്, ഞാൻ ദൈവത്തോട് കടപ്പെട്ടവനാണ്, നന്ദിയുള്ളവനാണ് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറില്ലേ? ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് അല്ലേ, അദ്ദേഹം ദൈവം തന്ന നന്മകൾക്കെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? യെസ്, ഗ്രേറ്റ്ഫുൾ ടു. ഹി ഈസ് ഒബീഡിയന്റ്, ഇവിടെയും ടുവിന് തന്നെയാണ് പ്രാധാന്യം. ഒരാളോട് അനുസരണ അല്ലെങ്കിൽ ഒന്നിനോട് അനുസരണയുള്ളതായിരിക്കുക എന്ന് പറയുമ്പം ഒബീഡിയന്റ് ടു. ഇവിടെ അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ ഒബീഡിയന്റ് ആയിട്ടിരിക്കുന്നത് ആരോടാണ്? അവന്റെ പാരൻസിനോടാണ് അല്ലേ? യെസ്. യെസ്, ആൻഡ് ഷീ ഈസ് സാറ്റിസ്ഫൈഡ് ഡാഷ് ദ റിസൾട്ട് ഓഫ് എ എക്സാം. ഒരു കാര്യത്തിൽ സംതൃപ്തി ഉണ്ടെന്ന്. ഇവിടെ അവളുടെ എക്സാമിന്റെ റിസൾട്ട് വന്നു, ആ റിസൾട്ടില് അവള് ഭയങ്കര സംതൃപ്തയാണെന്നാണ് പറയുന്നത്. ഭൂരിഭാഗം പേർ എന്താണ് പറയാ, വളരെ റിലേറ്റീവ്ലി കുറച്ച് പേർക്ക് മാത്രമേ സ്വന്തം റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റത്തുള്ളൂ അല്ലെ? അവൾ അത്തരത്തിലുള്ള ആൾക്കാരിൽ ഒരാളാണ്. ഷീ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത്, ഒരു കാര്യത്തിൽ അല്ല ഒരു കാര്യം കൊണ്ട് സംതൃപ്തി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സാറ്റിസ്ഫൈഡിന്റെ കൂടെ എന്താണ്? വിത്ത് ആണ് യൂസ് ചെയ്യുക. അപ്പൊ അതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞിരിക്കുന്നു? ഫിക്സ്ഡ് പ്രിപ്പോസിഷന്റെ മൂന്നാമത്തെ ഭാഗവും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം സംസാരിച്ചതുപോലെ തന്നെ ഒരു 10-30ഓളം കോമ്പിനേഷൻസ് നമ്മൾ കണ്ടു. അപ്പം എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കണം. അതിലാരും വിട്ടുവീഴ്ച വരുത്തരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഹാപ്പി ലേണിംഗ്. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.